പ്രമോദ് പെരുന്നോണ്ണയാണ്. നമ്മുടെ മേജർ രവി ഭാഗനുണ്ട്. അതാണ് പുതിയ വീഡിയോ. രാവിലെ കൂടുതൽ സംസാരിക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ മേജർ രവി എന്ന് പറഞ്ഞാൽ പട്ടാളത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനൊന്നുമല്ല. ഇനിയിപ്പോൾ അയാളുടെ ഒരു പൊസിഷൻ നോക്കിയാൽ തന്നെ ലെഫ്റ്റനൻറ്റ്, ക്യാപ്റ്റൻ, മേജർ, കേണൽ, ബ്രിഗേഡിയർ, മേജർ ജനറൽ, ലെഫ്റ്റനൻറ്റ് ജനറൽ അങ്ങനെയൊക്കെ ഉണ്ട്. അതും കഴിഞ്ഞിട്ടാണ് കരസേനാ മേധാവിയൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങളത്ര വലിയ ഉയർന്ന പൊസിഷനിലൊന്നല്ല ഈ മേജർ എന്ന് പറഞ്ഞ പോസ്റ്റ്. എൻ്റെ ഫാദർ 38ാമത്തെ വയസ്സിൽ മരണപ്പെടുമ്പോൾ നായിബ് സുബേദാരായിരുന്നു. അപ്പോൾ യുദ്ധത്തിൽ മരിച്ചത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ പിന്നീട് പ്രൊമോഷനും കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ. അങ്ങനെ കിട്ടുമായിരുന്നു എങ്കിൽ നിങ്ങളീ മേലെ പോയിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം, അത്രേ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളെ വലിയ പട്ടാളം മൊത്തം അടക്കി ഭരിച്ച് പാകിസ്ഥാനെ ഫുള്ള് വെടിവെച്ച് നശിപ്പിച്ച ആളൊന്നല്ല. വെറും 120 പട്ടാളക്കാർ അല്ലെങ്കിൽ ഒരു 150 പട്ടാളക്കാർ ഒരു തലവനാണ് ഈ മേജർ എന്ന് പറഞ്ഞ ആൾ. പിന്നെ റിട്ടയർമെൻറ്റിന് ശേഷം നിങ്ങൾക്ക് 1 ലക്ഷം ഉറുപ്പോളം പെൻഷൻ കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു 16 കുപ്പി കള്ള് കിട്ടുന്നുണ്ടാവും. അതാണ് ഇപ്പം നിങ്ങളൊരു യോഗ്യത. അല്ലാതെ ഇന്ത്യയിൽ ഒരുപാട് മിലിറ്ററിക്കാരുണ്ട്. 10 ലക്ഷത്തിൻ്റെ മുകളിൽ മിലിറ്ററിക്കാർ ഉണ്ടായിരുന്നു. ഇപ്പം എന്താണ് സ്ഥിതി എന്നറിയില്ല. അപ്പോൾ അതിൽ കുറേ മേജർമാരിലൊരാൾ അത്രയേ ഉള്ളൂ. പിന്നെ കേരളത്തിലും ഒരു മേജറൊന്നല്ല ഉണ്ടായിട്ടുള്ളൂ, ഒരുപാട് മേജർമാർ റിട്ടയർഡ് ആയിട്ട് വന്നവരുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ 2 കാര്യങ്ങൾ, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തൊരു കാര്യമുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യം, പിന്നെ പൗര സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം. ഇതൊക്കെ ഭരണഘടന അനുശാസിച്ച് പൗരന്മാർക്ക് കൊടുത്ത ആനുകൂല്യങ്ങളാണ്, അവകാശങ്ങളാണ്. അപ്പോൾ വിസ്മയുടെ അവകാശത്തിൻ്റെ മുകളിലാണ് നിങ്ങളെ കടന്നേറ്റം. ഒരു പട്ടാളക്കാരനാണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, ഒരിക്കലും ചെയ്യരുത്. കാരണം മറ്റുള്ള ഒരാളുടെ അഭിപ്രായത്തിൽ കയറിയിട്ട് അപ്പോൾ എന്താ ഈ വിസ്മയ മോഹൻലാൽ എന്താ ചെറിയ കുട്ടിയാണോ, അതോ പൊട്ടത്തിയാണോ, അതോ ബുദ്ധിമാൻ്റെ എല്ലാ കുട്ടിയാണോ? ആ കുട്ടി നല്ല ബോൾഡാണ്. ആ കുട്ടി ഹോച്ചിമിൻ്റെ വിയറ്റ്നാമിലാണ് പഠിച്ചിരുന്നത്. നിങ്ങൾ പറഞ്ഞതാട്ടോ, വിയറ്റ്നാമിലാണ് പഠിച്ചതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹോച്ചിമിൻ്റെ പല കഥകളും കേട്ടിട്ടുണ്ടാവും. വിയറ്റ്നാമിലെ ഓറഞ്ച് പാടങ്ങളിൽ അമേരിക്കൻ പട്ടാളക്കാർ രാസവസ്തുക്കൾ ഇട്ടതും അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നതൊക്കെ ആ കുട്ടി പഠിച്ചിട്ടുണ്ടായിരിക്കാം, അതിൻ്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും മമ്മൂട്ടി മോഹൻലാൽ അടക്കം പ്രതികരിക്കാത്തോടത്ത് വിസ്മയ മോഹൻലാലിന് പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടായത്. നിങ്ങൾക്കില്ലാത്തതും മേജർ രവിക്കില്ലാത്തതും 2 കാര്യങ്ങളെ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച് പിന്നെ പറയാം. പിന്നെ 2ാമത്തെ കാര്യം, ഇപ്പം കുട്ടികളല്ല അവിടെ സമരത്തിന്. നീറ്റ് എക്സാം കുട്ടികൾക്ക് മാത്രമല്ലതല്ല, കുട്ടികളാണോ കഷ്ടപ്പെടുന്നത്? കുട്ടികളാണോ? കുട്ടികൾക്ക് ഒറ്റ ചിന്തയുള്ളൂ, പഠിക്കണം. അതിനുള്ള സാമ്പത്തിക സ്രോതസ് ആരാണ്ടായി കൊടുക്കണം? ഓരോ കുട്ടികൾ ഈ കേരളത്തിൽ തന്നെ പാലയിൽ പോയി എൻട്രൻസ് പഠിച്ചുണ്ടാക്കണ കുട്ടികൾ എത്ര ഉണ്ട്? ആ കുട്ടികളെ രക്ഷിതാക്കൾ കഷ്ടപ്പെടുന്നത് എത്ര ഉണ്ട്? കൂലിപ്പണിക്ക് പോയിട്ടാണ് ഒരു സാധാരണ മനുഷ്യർ കൂലിപ്പണി എടുത്തിട്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്, കുട്ടികളെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് കുട്ടികളുണ്ടോ കുട്ടികളില്ലെന്ന് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വേദന അറിയില്ല, നിങ്ങളതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടില്ല. പിന്നെ നിങ്ങളുടെ രാഷ്ട്രീയം, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് വെച്ചിട്ടാണല്ലോ വിസ്മയനെ അളന്നത്. നിങ്ങൾ പട്ടാളത്തിൽ പോയപ്പോൾ ഇപ്പം നിങ്ങൾ രാഷ്ട്രീയക്കാരനാണ്. പട്ടാളത്തിൽ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുമായിരുന്നു ആണോ? പിന്നെ നിങ്ങൾ സിനിമ ഫീൽഡിൽ ഇറങ്ങി, നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസാണ് സിനിമ ഫീൽഡിലുണ്ടായിരുന്നത്? വെറുതെ അല്ല പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായത്. മനസ്സിലായോ? നിങ്ങൾക്ക് വിസ്മയക്ക് വിവരമില്ലാന്നും
വിസ്മയ അതിൽ പിന്നെ ഈ ഇതിൽ അറിയാതെയാണ് ഇടപെട്ടത്. നിങ്ങൾക്ക് അറിഞ്ഞിട്ടാണോ പട്ടാളത്തിൽ കയറിയത്? നിങ്ങൾ പട്ടാളത്തിനെ പറ്റി അറിഞ്ഞിട്ടാ? നിങ്ങൾ വയറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഹോയ് ഹോയ് എന്ന് പഠിച്ചിട്ടാണോ? അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് പഠിച്ചിട്ടാണോ നിങ്ങൾ പട്ടാളത്തിൽ കയറിയത്? അപ്പോൾ ഈ ഓരോ മനുഷ്യനും ഓരോ എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ബഹുമാനത്തോട് കൂടിയിട്ട് ഒരു പട്ടാളക്കാരെന്ന നിലയിലേക്ക് ബഹുമാനത്തോട് കൂടിയിട്ട് തന്നെ പറയണം. പക്ഷെ നിങ്ങൾ പട്ടാളക്കാരൻ്റെ ചുമതലയല്ല ചെയ്യണത്, ഒരു റിട്ടയർഡ് പട്ടാളക്കാരൻ്റെ ചുമതലയല്ല. നിങ്ങളൊരു സംഖ്യയാണ്. സംഖ്യകൾക്ക് ആകെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, എന്താ അറിയോ? നാട്ടിൽ വർഗീയത ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടുപ്പിക്കുക. ആ ഒറ്റ നിർവചനമാണ് സംഘികൾക്ക് പിന്നെ ഒരു ഇന്ത്യൻ പൗരൻ നിലയിലേക്ക് ചാർത്തി തരാനുള്ളത്. നിങ്ങൾ തനി സംഖ്യയാണ്, വർഗീയക്കാരനാണ്. അല്ലെങ്കിൽ നിങ്ങളൊപ്പം നിൽക്കുകയും നിങ്ങളെ പടങ്ങളിൽ അഭിനയിക്കുകയും ചെയ്ത പിന്നെ പാത്രം കൊട്ടാൻ പിന്നെ അഭ്യർത്ഥിച്ച മോഹൻലാലിൻ്റെ മകൾക്ക് എന്താ വ്യക്തിപരമായിട്ട് ചിന്തകളൊന്നും പാടില്ലേ? അല്ല, പാടില്ലാന്നുണ്ടെങ്കിൽ അത് പറയും. അത് എന്നെ പുറത്തേക്കല്ല പറയേണ്ടത്, വിസ്മയേനെ വിളിച്ചിട്ടാണ് പറയേണ്ടിയിരുന്നത്. ഇനി അത് പോട്ടെ, നിങ്ങൾ എല്ലാ കാര്യത്തിനും അതായത് സംഘികൾക്കെതിരെ മോഡിക്കെതിരെ BJPക്കെതിരെ പറയുന്നവനെ പാകിസ്ഥാനിയാക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിയും ചൈനക്കാരനും ശ്രീലങ്കക്കാരനും ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം നിങ്ങളെ സർട്ടിഫിക്കറ്റാണല്ലോ, സംഘികളുടെ സർട്ടിഫിക്കറ്റാണല്ലോ. ബ്രിട്ടീഷുകാരെ ഷൂ നക്കിയ നാറികളുടെ സർട്ടിഫിക്കറ്റല്ല, അത് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ ചോദിക്കുന്നത് വേറൊരു കാര്യം. ഇന്ത്യയിൽ ബോഫോഴ്സ് അതുപോലെയല്ല ഒരുപാട് അഴിമതികൾ നടന്നു. നിങ്ങളെ മിലിറ്ററി പിന്നെ ക്യാൻറ്റീനിൽ പാൽപ്പൊടി വിറ്റിട്ട് പൈസ ഉണ്ടാക്കണവരില്ലേ? ഉണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ വാഹനങ്ങൾ, ബുള്ളറ്റ് പിന്നെ ജീപ്പുകൾ കേടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ലേലം ചെയ്ത് വിറ്റിട്ട് കമ്മീഷൻ അടിക്കണവരില്ലേ? വിമാന കമ്പനികളിൽ നിന്ന് കമ്മീഷൻ അടിച്ചു മാറ്റണ മിലിറ്ററി ഉദ്യോഗസ്ഥരില്ലേ, മേജർമാരില്ലേ? യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വാങ്ങുമ്പോൾ കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടികൾ കൈക്കൂലി വാങ്ങി കമ്മീഷൻ പറ്റണ പിന്നെ തലമുതിർന്ന മേജറും കേണലും ബ്രിഗേഡിയർ അടക്കം ഉള്ള ആളുകളില്ലേ? എന്താ നിങ്ങൾ വായോർക്കാതിരുന്നത്? നിങ്ങൾ മിലിറ്ററിയിൽ ഇല്ല സമയത്താണ് വെച്ചാൽ നിങ്ങൾ കോർട്ട് മാർഷലിൽ ഉള്ളിൽ പോയി കിടക്കും, പുറം ലോകം കാണില്ല, കുനിഞ്ഞ് നിൽക്കേണ്ടി വരും. ഇപ്പോൾ പുറത്താണല്ലോ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് റിട്ടയർഡായിട്ട്. അപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോഫോഴ്സ് തോക്ക് ശരിയായില്ല, പീരങ്കി ഉണ്ട വാങ്ങിയത് തെറ്റായിപ്പോയി, $10,000 ഒരു പീരങ്കി ഉണ്ടയ്ക്ക് വേണമെന്നാണ് ഞാൻ പഠിച്ചിരുന്നത്. അതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഉള്ളത് നിങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം. എന്തുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പറഞ്ഞില്ല ചെയ്തത് തെറ്റാണ് എന്ന്? ഒരു മേജർ നിലയിലൊക്കെ എനിക്കതിൽ എതിർപ്പുണ്ട് എന്ന് നിങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ടോ? പോട്ടെ, ഞാൻ അതൊക്കെ വിട്. ഞാൻ പെരിന്തൽമണ്ണക്കാരനാണ്, നിങ്ങൾ പട്ടാമ്പിക്കാരനാണ്, നമ്മൾ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് അത്രയും പിടിപാടും BJPയിൽ പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു എൻ്റെ ഒരാവശ്യം നിങ്ങളെ മുന്നിലേക്ക് ഇടുക. എൻ്റെ ഫാദർ 71 മരിച്ചു. ഇപ്പോൾ ഏകദേശം 55 കൊല്ലത്തോളമായി, 55 കൊല്ലം കഴിഞ്ഞു. എൻ്റെ ഫാദറിന് നൈറ്റ് സുബേദാറായിരുന്നു സ്ഥാനക്കയറ്റം കിട്ടി. അതിനിടയിലാണ് മരണം ഉണ്ടായത്. അതിൻ്റെ പെൻഷൻ ഇന്നേ വരെ കിട്ടിയിട്ടില്ല. നിങ്ങൾക്കത് മേടിച്ചു തരാൻ കഴിയുമോ? ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, എൻ്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതായിരുന്നു, ഇപ്പം ഞങ്ങൾക്ക് മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഉണ്ട്. നിങ്ങൾക്ക് വാങ്ങിത്തരാൻ കഴിയുമോ? നിങ്ങളെ പിന്നെ മറ്റേ ഔദാര്യമല്ലേ വെക്കണത്? എൻ്റെ അച്ഛൻ പണിയെടുത്ത പൈസ വെക്കണം. നിങ്ങൾക്ക് വാങ്ങിത്തരാൻ കഴിയുമോ മേജർ രവി? അതാണ് എൻ്റെ ചോദ്യം. അതുപോലെ ഇവിടെ കാർഗിൽ യുദ്ധത്തിൽ മരിച്ചവർക്ക് പെട്രോൾ പമ്പും
ഇത് കൊടുക്കുന്നത് നല്ല കാര്യമാണ്, കൊടുക്കണം. കാരണം അവർ കഷ്ടപ്പെട്ട് ഭാര്യേനെയും മക്കളെയും ഉപേക്ഷിച്ച് അതിർത്തിയിൽ കാവൽ നിന്ന് മഞ്ഞും മഴയും കൊണ്ടിട്ടാണ് ഈ പിന്നെ സാധാരണ ഒരു കൂലിക്കാരനെക്കാട്ടിലും കഷ്ടപ്പെട്ടിട്ടാണ് ഈ പൈസ ഉണ്ടാക്കിയത്. നിങ്ങളിപ്പോൾ 1 ലക്ഷം റുപ്യ പിന്നെ പെൻഷൻ വാങ്ങുന്നുണ്ട്, നിങ്ങളെക്കാട്ടിലും പെൻഷൻ വാങ്ങുന്നവർ ഈ കേരളത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്കറിയാം. 10-15 കിലോൻ്റെ ഷൂ ഇട്ടിട്ട് ഞാനൊക്കെ ജനിച്ചു കൂടത് ആ ഷൂ ഒക്കെ കണ്ടിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. 15 ഒക്കെ കിലോ ഉണ്ടാവും ഒരു ഷൂ. അപ്പോൾ 2 ഷൂ കൂട്ടി ഏകദേശം ഒരു 20-25 കിലോ ഉണ്ടാവും. പഴയ പട്ടാളക്കാരെ ബൂട്ട്, അതുപോലെ തൊപ്പി, ബാക്കിൽ 56 കിലോൻ്റെ പിന്നെ ബാഗ്, ഇതും പിന്നെ തോക്ക് വേറെ 12-15 കിലോൻ്റെ തോക്ക് അത് വേറെ. ഇത് പിടിച്ചിട്ടാണ് ഒരു പട്ടാളക്കാരൻ പിന്നെ ട്രെയിനിങ് കഴിയണത്. ആ ട്രെയിനിങ് കഴിയണതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ നിങ്ങളെ വീട്ടിലെ ഷൂ തുടയ്ക്കാനും നിങ്ങളെ ഭാര്യയുടെ അണ്ടർവെയർ കഴുകാനും ആ പിന്നെ പട്ടാളക്കാരെ ഉപയോഗിച്ചിരുന്ന ഇതിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ തലവനാണ് നിങ്ങൾ മേജർ. അപ്പം നിങ്ങൾക്കൊന്നും ഇതിനൊന്നും പറയാനില്ല, നിങ്ങൾക്ക് പറയാനും കഴിയില്ല. നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഇട്ടൊരു ഇതുണ്ടല്ലോ, ഒരു വെല്ലുവിളി ഞങ്ങൾക്ക് കിട്ടാനുള്ള പെൻഷൻ. സുരേഷ് ഗോപി പറഞ്ഞതുപോലെ പിന്നെ ഷിറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വാക്ക് ഉപയോഗിച്ചു, അത് ഞാൻ താങ്കളെ പറ്റിയിട്ട് ഉപയോഗിക്കണില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ആണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മേടിച്ചു തരാൻ കഴിയുമോ? നിങ്ങൾക്ക് പിടിപാടുണ്ടല്ലോ, നമുക്കൊരു വെല്ലുവിളിയായിട്ട് അത് നോക്കാം. എൻ്റെ ഫാദറിന് കിട്ടാല്ലത്, ഫാദർ യുദ്ധത്തിൽ പിന്നെ 71 വാറിൽ മരണപ്പെട്ട വ്യക്തി എന്നുള്ളതിലേക്ക് അദ്ദേഹത്തിന് നാബ് സുബേദാറിൽ നിന്നും കയറ്റം കിട്ടിയ സ്ഥാനത്തിലേക്കുള്ള പെൻഷൻ 55-56 വർഷമായിട്ട് പിടിച്ചു വെച്ച പെൻഷൻ നിങ്ങളെ കൊണ്ട് മേടിച്ച് തരാൻ കഴിയുമോ? അതാണ് ചോദ്യം. വേറെ ഉണ്ടല്ലോ, ഒരു യുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരന് 50-60 ലക്ഷം രൂപ കാർഗിലിൽ നിങ്ങൾ കൊടുത്തു, പെട്രോൾ പമ്പ് കൊടുത്തു, ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾ കൊടുത്തു. എന്തുകൊണ്ട് ശ്രീലങ്കയിലെ പിന്നെ 71 വാറിലെ 67 യുദ്ധത്തിലെ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞോ? എന്തുകൊണ്ട് നിങ്ങൾ അതിനെതിരെ ഒരു പോസ്റ്റ് ഇന്നേ വരെ ഇടാത്തത്? വാജ്പേയി മുതൽ നരേന്ദ്രമോദി, അതിൻ്റെ മുമ്പ് ഇന്ദിരാഗാന്ധി, അതിനുശേഷം രാജീവ് ഗാന്ധി അവരാവശ്യമില്ലാതെ ശ്രീലങ്കയിൽ കൊണ്ടുപോയിട്ട് കുറേ പിന്നെ ഭടന്മാരെ 1500ഓളം ഭടന്മാരെ കൊന്നില്ലേ? എന്തെങ്കിലും നിങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? അതിനൊക്കെ എതിരെ നിങ്ങൾ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? പിന്നെ ഒരു കുട്ടിയുടെ നെഞ്ഞത്ത് കയറണോ? ആ കുട്ടി നിങ്ങളെ എന്ത് പറഞ്ഞാലും കേൾക്കും എന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾ ആ പ്രസ്താവന ഇട്ടത്? അപ്പോൾ ഇതൊക്കെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ പ്രതികരിക്കും. കാരണം ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. അത് പട്ടാളക്കാർക്കും മോഡിക്കും മാത്രമല്ല. പിന്നെ നിങ്ങൾ വിട്ടുപോയി സാറേ. നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീറ്റ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം അറിയാത്തവനാണ് സമരത്തിൽ. ഞാനൊന്ന് ചോദിക്കട്ടെ, മേജർ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം താങ്കൾക്ക് അറിയോ? ഞാൻ അത് പോട്ടെ, ആ മേജർ മാത്രമല്ലല്ലോ, കുറേ പട്ടാള ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ പിന്നെ ഫുൾ ഫോം ഉണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്കറിയോ? അത് നിങ്ങൾക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ അറിയുമായിരിക്കാം. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടാണ് ചോദ്യം. പ്രൈം മിനിസ്റ്റർ എന്നില്ല എൻ്റെ സ്പെല്ലിങ് അറിയോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്? ഡിഗ്രി എന്നില്ല എൻ്റെ പിന്നെ അക്ഷരം തെറ്റാതെ എഴുതാനറിയോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്? വേണ്ട. സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്? നിങ്ങൾ ഈ സമരം ചെയ്യണ കുട്ടികളോടല്ല ചോദിക്കേണ്ടത് സുഹൃത്തെ, നിങ്ങൾ ചോദിക്കേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുൻപാകെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രൈം മിനിസ്റ്റർ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് അറിയുമോ ചോദിക്കല്ല, തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടോ? അത് കഴിഞ്ഞിട്ടുണ്ട് വരും, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ.